ഇന്ന് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് പെൺകുട്ടികൾ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോഴൊക്കെ ഏതെങ്കിലും റൂം എടുത്ത് താമസിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതായത് ടൂറൊക്കെ പോകുന്ന സമയത്ത് റൂമിൽ താമസിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കാറുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കാണാറുണ്ട്. ബാത്റൂമിനകത്ത് ഒളിക്യാമറ വെച്ച് കുട്ടികളുടെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് വാട്സാപ്പിൽ മറ്റും പ്രചരിപ്പിക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അതുകൂടാതെ നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ പോയി വസ്ത്രം വാങ്ങാൻ ചെല്ലുമ്പോൾ വസ്ത്രം ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെയും ക്യാമറകൾ വെച്ചേക്കാറുണ്ട്. ഒളിക്യാമറകൾ, അതായത് പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒളിക്യാമറകൾ എങ്ങനെ കണ്ടെത്താം? അത് നമ്മുടെ കയ്യിലുള്ള ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എങ്ങനെ ഒളിക്യാമറകൾ കണ്ടെത്താം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം വെച്ചിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും കാണുവാൻ സാധിക്കുക. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ഇത് മാഗ്നറ്റിക് സെൻസർ ഉള്ള മൊബൈൽ ഫോണുകളിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. മാഗ്നറ്റിക് സെൻസർ ഇല്ലാത്ത ഫോണുകളിൽ ഇത് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ കാണിക്കും. ഇവിടെ 4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഡിറ്റക്ട് ക്യാമറ ബൈ റേഡിയേഷൻ മീറ്റർ, ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ, ടിപ്സ് ആൻഡ് ട്രിക്സ്, ഡൊണേറ്റ് ആൻഡ് ഗെറ്റ് ആഡ്സ് ഫ്രീ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ആദ്യത്തെ 2 ഓപ്ഷനുകളാണ്. ഡിറ്റക്ട് ക്യാമറ ബൈ റേഡിയേഷൻ മീറ്റർ എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഡിവൈസ്, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസ് ക്യാമറ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമറയ്ക്ക് സമീപം എത്തുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഇതിൽ നിന്ന് പുറപ്പെടുവിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ സമീപത്തൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസ് ഓണാക്കി ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ ബാത്റൂമിലോ എവിടെയാണെന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് ക്യാമറ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ ഭാഗത്തും കൊണ്ട് നോക്കുക. അപ്പോൾ ക്യാമറ ഉണ്ട് എങ്കിൽ അത് ബീപ്പ് സൗണ്ട് കേൾക്കും. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇങ്ങനൊരു സ്ക്രീൻ വരും. ഇതിൽ ഡിറ്റക്ട് ക്യാമറ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഇങ്ങനോട്ട് വരും. ഞാൻ വേറൊരു മൊബൈലിൽ ക്യാമറ ഓൺ ആക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സമീപത്തേക്ക് ഈ മൊബൈൽ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ക്യാമറ ഇവിടെ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന് ഉണ്ടോ, ആ മൊബൈലിൻ്റെ ക്യാമറയുടെ അടുത്തേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ബീപ്പ് സൗണ്ട് കേൾക്കും. ബീപ്പ് സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ക്യാമറയുടെ സമീപത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ബീപ്പ് സൗണ്ട് ഇങ്ങനെ കേൾക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ടല്ലോ, അങ്ങനെയാണ് ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നത്. അടുത്തത് ഇൻഫ്രാറെഡ് ക്യാമറ, ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ. എന്താണ് ഇൻഫ്രാറെഡ് ക്യാമറ? അതായത് ഇൻഫ്രാറെഡ് ക്യാമറ നമുക്ക് ഇത് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. റേഡിയേഷൻ മീറ്റർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ഇൻഫ്രാറെഡ്? നമ്മൾ ടി വിയുടെയൊക്കെ റിമോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ടി വിയുടെ റിമോട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തൊരു ചെറിയ LED ബൾബ് പോലെ ഒരു സാധനം കാണും. നമ്മൾ റിമോട്ടിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ LED ബൾബിൽ നിന്നും ഒരു ഇൻഫ്രാറെഡ് സിഗ്നൽ ടി വിയിലേക്ക് പോകും. ആ സിഗ്നൽ ഉപയോഗിച്ചാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം സിഗ്നലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകളാണ് ഇൻഫ്രാറെഡ് ക്യാമറ എന്ന് പറയുന്നത്. അത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം ക്യാമറകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ ആയിരിക്കും കാണുവാൻ സാധിക്കുക. ഞാനിപ്പോൾ റിമോട്ട് ഇല്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. റിമോട്ട് എടുത്ത് ഇതിൻ്റെ നേരെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അത് ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഇതാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ടിപ്സ് ആൻഡ് ട്രിക്സ്, ഡൊണേറ്റ് ആൻഡ് ഗെറ്റ് ഫ്രീ. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉപകാരപ്പെടുന്നൊരു അറിവാണ്. ദയവായിട്ട് ഈ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മടി കാണിക്കരുത്. ഇത് ആർക്കും എപ്പോഴും ആവശ്യം വന്നേക്കാവുന്നൊരു ആപ്ലിക്കേഷനാണ്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം
എല്ലായിടത്തും ഒളി ക്യാമറകൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ളൊരു ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഈ ഹിഡൻ ക്യാമറ കണ്ടുപിടിക്കാം എന്നുള്ള വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക, എല്ലാ ഭാഗത്തും ഇത് കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ ക്യാമറ എവിടെയുണ്ടോ ആ ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ ഇതുപോലെ ബീപ്പ് സൗണ്ട് കേൾക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇനിയും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തുക. അതോടൊപ്പം ആ ബെല്ലിൻ്റെ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ വീഡിയോയ്ക്ക് അഭിപ്രായം രേഖപ്പെടുത്താനായി ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വീഡിയോയെ സംബന്ധിച്ച അഭിപ്രായങ്ങളും അതോടൊപ്പം സംശയങ്ങളും രേഖപ്പെടുത്തുക. അതോടൊപ്പം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.